ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഇനി നമുക്ക് നമ്മുടെ ആ ഒരു അറിയാലോ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഓർഗാനിക്കിന് തന്നെയാണ്. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് തിയറിയും എല്ലാം കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യണം, എന്നിട്ട് മനസ്സിലാക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ വിടണം. ഓക്കെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എ ആണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് വെച്ചാൽ CnH10O, ലൈക് 2,4-DNP ഡെറിവേറ്റീവ് ഫോം ചെയ്യും. എന്നിട്ട് ഫിലിങ്സ് സൊല്യൂഷൻ അത് റെഡ്യൂസ് ചെയ്യും. അണ്ടർഗോസ് Cannizzaro റിയാക്ഷൻ ഓൺ വിഗറസ് ഓക്സിഡേഷൻ. ഇറ്റ് ഗീവ്സ് എന്താ 1,2 ബെൻസീൻ ഡൈകാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം എഴുതുക. ആ കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിന് മുന്നേ എന്താണ് ഫില്ലിംഗ് സൊല്യൂഷൻ, എന്താണ് കാനിസാരോസ് റിയാക്ഷൻ എന്നൊക്കെ അറിയണ്ടേ. ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ പേര് തന്നെ പറയാൻ പാടാണ്, പക്ഷെ എന്താ അത് ഭയങ്കര എളുപ്പമുള്ള സംഭവം. അതായത് ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു റിയേജന്റ്, ആ റിയേജന്റ് ആൽഡിഹൈഡും കീറ്റോണും തമ്മിലുള്ള ലൈക്ക് വ്യത്യാസം മനസ്സിലാവും. ഫില്ലിങ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ആക്വസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആണ്. ഫില്ലിങ്സ് ബി ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടെറാട്ടറേറ്റ്. നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് കോപ്പർ അക്വസ് കോപ്പർ സൾഫേറ്റ് ആണ്, അല്ലെങ്കിൽ കോപ്പർ അയോൺസ് ആണ്. രണ്ടിലുള്ളതെന്ന് വെച്ചാൽ കോപ്പർ Cu2+ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഫോമാ ഉള്ളത്. അപ്പൊ ആൽഡിഹൈഡ് റെഡ്യൂസിങ് ഏജന്റിൽ വരുന്നെന്ന് വെച്ചാൽ ദേ ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ഉണ്ടാവും. റിഡക്ഷൻ ഓഫ് കോപ്പർ 2 എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് ഫെയിലിംഗ് സൊല്യൂഷൻ ആണെങ്കിൽ ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്യും കോപ്പർ 2-നെ, കോപ്പർ Cu2+നെ Cu+ ആയിട്ട് മാറും. അതായത് 2-നെ 1 ആയിട്ട് മാറും. 2 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നതിന് 1 ഇലക്ട്രോൺസ് ആവും. അറിയാലോ, കോപ്പറിനും അയണും ആണല്ലോ ഈ ഒരു ഡിഫറൻസ് ഉള്ളത്. അയണ് ചിലപ്പം 3 ഇലക്ട്രോൺസ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഇലക്ട്രോൺസ് വരും. അങ്ങനെ കോപ്പർ ഓക്സൈഡ് വരും. അപ്പം ഒരു ആൽഡിഹൈഡ് ഈ നമ്മുടെ അതായത് ഈ ഒരു നമ്മുടെ ഫീലിങ്സ് റിയേജന്റ് ആയിട്ട് ഇതാവുമ്പോഴത്തേക്ക് നമുക്കൊരു കാർബോക്സിലേറ്റ് അയോൺ ഫോം ചെയ്യും. അപ്പം ഇവർ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓക്കെ റെഡ്യൂസസ് ചെയ്യും ഫീലിംഗ് സൊല്യൂഷന്. ഓക്കെ, അണ്ടർഗോസ് കാനിസാരോസ് റിയാക്ഷനും അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റിയാക്ഷൻ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദേ ഓൺലി കണ്ടെയ്ൻ എന്താണ് ആൽഡിഹൈഡ്സ് മാത്രം. ഓൺലി 13 ആൽഡിഹൈഡ് മാത്രം അണ്ടർഗോ ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഇത് കാനിസാരോസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാനിസാരോസ് റിയാക്ഷൻ ഒരു ഡിസ്പ്രപ്പോർഷനൽ റിയാക്ഷനാണ്. ആ റിയാക്ഷനിൽ ഒരു മോളിക്കൂൾ ഓഫ് ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യും, അനദർ മോളിക്കൂൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് ആൽഡിഹൈഡ്, ആ ഒരു ആൽഡിഹൈഡ്സിന് എന്താണ് ആൽഫ ഹൈഡ്രജൻസ് കാണാൻ പാടില്ല. അങ്ങനത്തേത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ട്രോങ് ബേസ് എപ്പോഴും റിക്വയർഡ് ചെയ്യണം. കാനിസാരസ് റിയാക്ഷൻ ഒക്കെ വേണമെങ്കിൽ സ്ട്രോങ് ബേസ് വേണം. പിന്നെ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസൻ എന്ന് വെച്ചാൽ 2,4-DNP കെമിക്കൽ ഏജന്റ് ആണ്. സ്ട്രക്ചർ കണ്ടെയ്ൻ ഹൈഡ്രസൈൻ 2 നൈട്രോ അറ്റാച്ച് ടു ബെൻസീൻ റിംഗ്. ദിസ് കോമൺലി യൂസ്ഡ് ഇൻ ഓർഗടെക്സ് ഫോർ ദ പ്രസൻസ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്സ് ആണ്. ആർ ഫൗണ്ട് ഇൻ ഓക്കെ. അപ്പം ദേ കൺസിസ്റ്റ് ഓഫ് കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ടു ആൻ ഓക്സിജൻ ആറ്റം ആണ്. അപ്പം എന്നാൽ ആൽഡിഹൈഡ് അല്ലെ കീറ്റോൺ ഈ 2,4-DNP റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും കാർബണൈൽ ഓക്സിജൻ എന്തായിരിക്കും റീപ്ലേസ്ഡ് ബൈ 2,4. ഞാൻ പറഞ്ഞില്ല, ആ ഓക്സിജൻ മാറി അതും അതിന്റെ ഒരു നൈട്രജനുമായിട്ട് സെറ്റ് ആയിട്ട് വരും, അല്ലെ അത് രണ്ടും കൂടെ ഒരുമിച്ച് വരും. അതാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മോളിക്കുലർ ഫോമിൽ ഇതാണ്. അപ്പൊ 9 കാർബണും 10 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉള്ള. അപ്പം 2,4-DNP ഡെറിവേറ്റീവ് തരുന്നെങ്കിൽ ഓക്കെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് മനസ്സിലായത്. പിന്നെ ഫെലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെലിംഗ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് മാത്രമേ ഉള്ളൂ. ഫെലിംഗ് സൊല്യൂഷൻ ഇസ് കൺഫേം ഇറ്റ്സ് ആൻ ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ റെഡിലി ഓക്സിഡൈസ് ചെയ്യുന്നതാണ് ഇത് ആൽഡിഹൈഡ്സ്. അപ്പൊ ആൽഡിഹൈഡിന് പെട്ടെന്ന് തന്നെ ഫെലിംഗ് സൊല്യൂഷനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. പിന്നെ കാനിസാരോസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് അതിന് എന്താണ് ആൽഫ ഹൈഡ്രജൻ കാണാൻ പാടില്ല. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ആൽഫ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ C ഡബിൾ ബോണ്ട് ഓടെ അടുത്ത് കിടക്കുന്ന CH3 ആയിക്കോട്ടെ, എന്തായി അത് അടുത്ത് കിടക്കുന്ന C കോമ്പൗണ്ടിന് H അല്ലെങ്കിൽ ഹൈഡ്രജൻ കാണാൻ പാടില്ല. ഉണ്ടോ, കാർബൺ ഡയറക്ട്ലി അറ്റാച്ച് ടു ആൽഡിഹൈഡ് ഗ്രൂപ്പിന് എന്താണ് ഹൈഡ്രജൻ കാണാൻ പാടില്ല. അങ്ങനെ
അപ്പം വിഗറസ് ഓക്സിഡേഷനിൽ 1 2 ബെൻസീൻ ഡൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ബെൻസീൻ ഉണ്ടായിരിക്കും, അതിന്റെ സൈഡിലായിട്ട് ഒരു സി ഡബിൾ ബോണ്ടോ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേറെ എന്തെങ്കിലും കാണും. ചിലപ്പോൾ സി എച്ച് ഒ ഇവിടെ കാണും, അതിന്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാണും. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരൊന്ന് നോക്കിയേ. കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? സി C9 ആയിരുന്നു അല്ലെ? അപ്പം നമ്മുടെ ബെൻസീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, C6H6. ബാക്കി 3 കാർബൺ ഉണ്ട്. അതിൽ ഒരെണ്ണം സി എച്ച് ഒക്ക് കൊടുക്കാം അല്ലെ, ആൽഡിഹൈഡിന് കൊടുക്കാം. ബാക്കി എത്ര കാർബൺ കൂടി ഉണ്ട്? 2 കാർബണും കൂടി ഉണ്ടല്ലോ. ഇതിപ്പോ നമുക്ക് ടോട്ടൽ എത്ര കാർബണാ വേണ്ട? 9 കാർബൺ വേണം. അപ്പം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്താന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചേ. 2 ഇഥൈൽ ബെൻസീൻ ആൽഡിഹൈഡ് ആവത്തില്ലേ? 2 ഇഥൈൽ ബെൻസീൻ ആൽഡിഹൈഡ് ആണ് എന്ത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2 ഇഥൈൽ ബെൻസീൻ ആൽഡിഹൈഡ്. അതായത് നമ്മുടെ ബെൻസീനുമായിട്ട് ഒരു സി എച്ച് ഒ കണക്ട് ചെയ്യും, എന്നിട്ട് അതുമായിട്ട് എന്ത് കണക്ട് ചെയ്യും? ഒരു ഇഥൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്യും. അപ്പം ടോട്ടൽ എത്ര കാർബൺ ഉണ്ടാവും? 9 കാർബൺ ഉണ്ടാവും. ഇനി ഫെയിലിംഗ് സൊല്യൂഷനുമായിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2Cu2 നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ആ Cu2 പ്ലസ് അല്ലെങ്കിൽ സിയുന് Cu, അതായത് നമ്മുടെ കോപ്പറിന് ഒരു വാലൻസി ആയിട്ട് ചേഞ്ച്, അതുകൊണ്ട് Cu2O എന്ന് വന്നത്. പിന്നെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ CeH4 സി ഡബിൾ ബോണ്ട് O C2H5 ആയിട്ട് മാറും. എന്നിട്ട് Cu2O പ്ലസ് H2O 5OH ബേസ് സൊല്യൂഷനിലാണോ ചെയ്യുന്നത്. അപ്പം 2 ഇഥൈൽ ബെൻസോ 8 ആണ് നമുക്ക് കിട്ടുക. ഒരു കീറ്റോണിക് ഫോം ആണ് കിട്ടുന്നത്. അതായത് ഫെയിലിംഗ് സൊല്യൂഷനുമായിട്ട് ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്യുമ്പോൾ ഒരു കീറ്റോൺ ഫോമിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി കാനിസാരോസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ആൽഡിഹൈഡ് ആണിത്. ആ ആൽഡിഹൈഡ് തന്നെ അതായത് ട്വൈസ് ഓഫ് ദാറ്റ് ആൽഡിഹൈഡിനെ നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷനുമായിട്ട് പ്രസൻസ് ഓഫ് ഒരു സ്ട്രോങ് ബേസിൽ ഹീറ്റ് ചെയ്യുകയോ അതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മോളിക്കൂൾ എന്തായിട്ട് മാറും? ഓക്സിഡൈസ് ചെയ്ത കാർബോക്സിലിക് ആസിഡ് ആവും. മറ്റേത് എന്തായിട്ട് മാറും? അതായത് ആ ഒരു ആൽഡിഹൈഡ് എന്തായി? ആൽക്കഹോൾ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന നോക്കി, CeH4 എന്താ, CHOക്ക് പകരം COO C2H5 എന്ന് കിട്ടും. ബാക്കി C2H5. ഇനിയും മറ്റേത് പ്ലസ് സോറി കീറ്റോണ ഫോം ചെയ്യുന്ന കേട്ടോ. ഒന്ന് കീറ്റോണും ആവും, അതർ ഓക്സിഡൈസ് ടു അതായത് ആ ഒരു കീറ്റോണിക് ഫോം പിന്നെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ആവും. മറ്റേത് എന്താ, ആൽക്കഹോളും ആയിട്ട് മാറും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആൻസർ എന്ന് വെച്ചാൽ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസൈൻ. അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവം? ഈ സി ഡബിൾ ബോണ്ട് O അങ്ങോട്ട് മാറി ബാക്കിയെല്ലാം കണക്റ്റഡ് ആവും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതും ഏറെക്കുറെ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? സിമിലർ ആയിട്ടുള്ള ടോളൻസ് റിയേജന്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ടോളൻസ് റിയേജന്റ് യൂസ് ചെയ്യുമ്പോൾ ഈ CHO എന്നുള്ളത് എന്തായിട്ട് മാറും? CO- CH2 3 അങ്ങനെ തന്നെയാവും. പിന്നെ CHO സംഭവം അത് ഓക്സിഡേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആൽഡിഹൈഡിന്റെ ഓക്സിഡേഷൻ എപ്പോഴും, അതായത് ഹൈലി ഭയങ്കര ഒരു ഹൈ ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ഡയറക്ട്ലി എന്താവും? കാർബോക്സിലിക് ആസിഡ് ആവും. പിന്നെ അതിന്റെ അടുത്ത് അതായത് ഇപ്പൊ ബെൻസിൻ കോമ്പൗണ്ട്സ് എപ്പോഴും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ രണ്ട് സംഭവം, ഇപ്പൊ ഒരു ആൽഡിഹൈഡും വേറെ ഏതെങ്കിലും ഒരു മിഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു R ഗ്രൂപ്പും ആണെങ്കിൽ അത് രണ്ടും COOH ആവും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില സ്റ്റെപ്സ് അറിയാമെങ്കിൽ വൃത്തിക്ക് നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുക. അതിൽ എന്തൊക്കെ റിയാക്ഷൻ പോസിബിൾ ആണ്, എല്ലാ റിയാക്ഷനും ഏതൊക്കെ കോമ്പൗണ്ട്, ഫെയിലിംഗ്സ് റിയാക്ഷൻ ആൽഡിഹൈഡ് പറ്റും, കാനിസാരോസ് റിയാക്ഷനും ഓക്കെ കാർബണൈൽ ഗ്രൂപ്പ് ആണ്, 2,4-DNP ആണെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അങ്ങനെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വേണം പോവാൻ. ഒരു C9H10O എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ അതെന്താവാം? ആൽഡിഹൈഡ് ആവാം, അല്ലെങ്കിൽ എന്താവാം? കീറ്റോൺ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. CHO ആകുമ്പോൾ ഉറപ്പായിട്ട് തന്നെ ആൽഡിഹൈഡ് ആയിരിക്കും. ഒരു O മാത്രമല്ലേ ഉള്ളൂ, കീറ്റോൺ 2 O ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അത് അത്രേ ഉള്ളൂ. സോറി, കീറ്റോൺ 2 O ഒന്നുമില്ല, കീറ്റോണും ആവാം, ഇത് എന്ത് വേണമെങ്കിലും ആവാം. ഇത് വേണമെങ്കിൽ ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം. ഈ രണ്ട് പോസിബിലിറ്റി ഉള്ള അതിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുക. ഓരോ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും എന്താവും എന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതുക. നിങ്ങൾ ഈ ആൻസേഴ്സ് ഒക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ആൻസേഴ്സ് ഒക്കെ വൃത്തിക്ക് എഴുതിക്കോളൂ കേട്ടോ. സോ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ ബൈ, സി യു.